വെൽക്കം ടു ജെസീസ് ഫുഡ് ബുക്ക്. നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇത് ഒരു അറബികളൊക്കെ കഴിക്കുന്ന ഒരു ബേഡാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഞങ്ങൾക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ്. കാണുമ്പോൾ ശരിക്കും കാട പോലെ തന്നെ ഉണ്ട്. നമുക്കിത് കാട റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതിന് മസാല പരട്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. അതിനുവേണ്ടി ഈ പാത്രത്തിലിടാം. പാകത്തിന് ഉപ്പ്, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇതിൻ്റെ മാംസം കുറച്ചൊരു ഹാർഡാണ്, അതുകൊണ്ട് നമുക്കിതിൽ കുറച്ച് ലെമണൊക്കെ പിഴിയാം. ഒരു ലെമണും കൂടെ നമുക്കിതിൽ പിഴിഞ്ഞ് വയ്ക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കത് മാറ്റി വയ്ക്കാം. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് മസാല പുരട്ടി വെച്ചിട്ട്. ഇത് ഇറച്ചി കുറച്ച് ഹാർഡാണ്, അതുകൊണ്ട് നമുക്കിനി ഇത് കുക്കറിലിട്ടൊരു വിസിലടിച്ചെടുക്കാം. അതുകൊണ്ട് അത്ര സമയം ഞാൻ മസാല പുരട്ടി വെച്ചത്. നമുക്ക് കുക്കറിലിട്ടിട്ട് അതൊരു വിസിലടിച്ചിട്ട് എടുക്കാം. ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു വിസിലടിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിനി റോസ്റ്റ് തയ്യാറാക്കാനുള്ള ചേരുവകൾ: 3 സവോള, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക് അരിഞ്ഞത്, ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. നമുക്കിനി തയ്യാറാക്കിയെടുക്കാം. നമുക്കിനി ഇത് ഗ്യാസ് ഓൺ ചെയ്യാം. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം. നല്ല തിന്നായി അരിഞ്ഞ് വെച്ച സവോള. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് അപ്പോൾ സവോള വഴന്നു കിട്ടും. സവോള ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർക്കാം. പച്ചമുളക് 4 എണ്ണം കീറിയെടുത്താണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. നല്ലപോലെ ഒന്ന് സ്മെല്ലൊന്ന് പോട്ടെ, അതിൻ്റെ പച്ചമണം. ഇതിലോട്ട് നമുക്ക് വേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ ഒന്ന് കുക്കാവട്ടതിന് വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. നേരത്തെ കുക്കറിലിട്ട് ഇറച്ചി എന്തായാലും നോക്കാം. അതിപ്പോൾ ഏകദേശം പകുതി ആയിട്ടുണ്ട്. നമുക്കിത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. മസാലയിൽ ചേർത്തിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നേരത്തെ എടുത്ത് വെച്ച സ്പൈസസ് ചേർക്കാം. നേരത്തെ ഇറച്ചിയിൽ സ്പൈസസ് ഒക്കെ ചേർത്ത കാരണം ഇതിൽ നോക്കിയിട്ട് വേണം ചേർക്കാൻ. മഞ്ഞൾപ്പൊടി സവോളയിലേക്കുള്ളത് മാത്രം മതി. സവോള കളറാവാൻ വേണ്ടി മഞ്ഞൾപ്പൊടി മതി. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. നല്ലപോലെ ഒന്ന് വഴന്നിട്ട് വേണം ഇറച്ചി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്കിനി അടുത്തെടുത്ത് വെച്ച കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. മസാല ഒക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. നല്ലപോലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നേരത്തെ എടുത്ത് വെച്ച ഈ പക്ഷീനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പക്ഷിനെ വേവിച്ചിട്ടുള്ള വെള്ളം കൂടെ നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാം. ഈ മസാല എല്ലാത്തിലും പിടിക്കട്ടെ. മസാല എല്ലാം ഇറച്ചിയിൽ നല്ല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി മല്ലിയിലും ഗരം മസാല ഇട്ടിട്ട് ഓഫ് ചെയ്തിട്ട് ഗരം മസാല
മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ. ഇതിലോട്ട് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇതേ റെസിപ്പിയിൽ തന്നെ നമുക്ക് കാടയും ചെയ്തെടുക്കാം. സെയിം റെസിപ്പി തന്നെയാണ്. പക്ഷെ കുക്കറിൽ വിസിൽ അടിച്ചെടുക്കണ്ട കാട ചെയ്യുമ്പോൾ. ഇത് എന്താ പറയുക, ബേഡ് നല്ലൊരു ഹാർഡാണ് എൻ്റെ ഇറച്ചി. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വിസിൽ അടിച്ച് എടുത്തത്. ഇത് പിന്നെ അറബികൾ പുറത്തുനിന്ന് ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ബേഡാണ്. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. നമുക്കിങ്ങനെ കിട്ടിയതാണ്, ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗരം മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്.